ഗായ്സ്, അപ്പം ഇന്ന് നമ്മളിതാ പെരുന്നാൾ പർച്ചേസിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അതാ മിക്കൂസിന് ഉറക്കം വന്നിട്ട് എൻ്റെ ഇടയിലിരുന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ മൂന്നാളും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പൂനൊരു ഹെൽമെറ്റ് വാങ്ങിക്കാനുള്ള ഹെൽമെറ്റൊക്കെ പൊട്ടിയതാണ്, ഹെൽമെറ്റ് ഇടാത്തതിൽ പോവും. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ഒരു ഹെൽമെറ്റ് വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് പെരുന്നാൾ പർച്ചേസിങ്ങിന് എന്തൊക്കെ എടുക്കണം, എങ്ങനെ എടുക്കണം എന്നൊക്കെ നമുക്ക് കാണാം കേട്ടോ. നമ്മുടെ പശുജീവിതത്തിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെയും ഓരോ ഓട്ടപ്പയിച്ചലുണ്ട്. അതെ, അപ്പോൾ നമുക്ക് പോയിട്ടാണ്. അപ്പോൾ നല്ല ചുട്ടു കൊല്ലുന്ന സമയത്താട്ടോ നമ്മൾ ഇറങ്ങിയത്. നെന്മാറയ്ക്ക് പോകേണ്ട കുറച്ച് കാര്യം ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും 12 മണിയായി. അപ്പോൾ നോമ്പില്ലാത്തൊരു സമയം നോക്കിയിട്ടാട്ടോ നമ്മൾ പോയത്. അല്ലെങ്കിൽ പാലക്കാട് എത്തുമ്പോഴേക്കും പാലക്കാടും ചൂടിൽ നമ്മൾ കരിഞ്ഞു പോകും വെള്ളം ദഹിച്ചിട്ട്. അപ്പോൾ നമ്മളവിടെ നിർത്തിയൊരു കരിമീൻ ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ നമ്മളിതാ ഗഡ്സിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം മിക്കൂനാണ് ആദ്യം നോക്കുന്നത്. ഇതിൻ്റെ മുകളിൽ തന്നെ മെന്നിനുള്ളതും കൂടി ഉണ്ട്. മിക്കൂന് നോക്കിയിട്ട് നമുക്ക് അപ്പൂന് നോക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ബി കിഡൊന്നും എടുക്കാറുണ്ട്, അവിടെയും അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ ഉണ്ടാവാറുണ്ട് കേട്ടോ, ഗഡ്സിലെ പോലെ തന്നെ. അപ്പോൾ അവരവിടെ പെരുന്നാൾ കളക്ഷൻസ് വന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ സെറ്റ് ചെയ്തെടുക്കണോ സെറ്റാക്കി എടുക്കണമെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഹാഫ് സ്ലീവ് ടീഷർട്ട് എടുക്കാനാണ് പോയത്, പക്ഷേ അതിൻ്റെ കളക്ഷൻസ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കൊറിയൻ ടൈപ്പ് ഫുൾ സ്ലീവ് ടീഷർട്ടുകളാണ്. അതൊക്കെ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ ഈ തവണത്തേക്ക് മാറ്റി പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവർ നമുക്ക് സെറ്റ് ചെയ്ത് തരും കേട്ടോ പാൻറ്റും. ഞാൻ അപ്പൂന് എടുക്കാൻ പോകണം കേട്ടോ. അത് നമ്മൾ മിക്കൂസിന് എടുത്തു കഴിഞ്ഞു, ഞാൻ അപ്പൂന് തരാൻ പോകണം. മിക്കൂസിന് അപ്പോഴേക്കും നമ്മൾ കുറച്ച് കഴിക്കാൻ എഗ്ഗൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കൊടുത്തു കേട്ടോ. നമുക്ക് അപ്പൂൻ്റെ കളക്ഷൻസ് ഏതാ നോക്കാം. അപ്പൂൻ്റെ കളക്ഷൻസ് നോക്കാൻ നമ്മൾ ഗഡ്സിൻ്റെ മെന്നിൻ്റെ ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിക്കു ഇവിടെ സ്ഥിരം വന്നു കഴിഞ്ഞാൽ അവന് ട്രയൽ റൂമിൽ പോയിട്ട് ഇങ്ങനെ കളിക്കല പരിപാടി. അപ്പോൾ മിക്കൂസിന് അപ്പൂന് ഞാൻ ഹാൻഡ് ഓവർ ചെയ്തു കേട്ടോ. അപ്പോൾ ഏത് ഡ്രസ്സ് എടുക്കണം നമുക്ക് നോക്കാം. നമ്മൾ എടുക്കുന്ന വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, അതാണ് വേറൊരു കാര്യം. ഇപ്പോൾ നമ്മൾ രണ്ടാൾക്കും പർച്ചേസിങ് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അങ്ങനെ നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്കാണ് പോയത്. അപ്പോൾ ഞാൻ എനിക്ക് നോക്കാമെന്ന് വെച്ചിട്ട് നമുക്ക് സ്റ്റുഡിയോയിലുള്ള കളക്ഷൻസ് നോക്കുന്നുണ്ട്. അപ്പൂൻ്റെയും മിക്കുവിൻ്റെയും ഡ്രസ്സൊക്കെ നമ്മൾ പെരുന്നാളിന് റിവീൽ ചെയ്യാം കേട്ടോ. ഏതാ എടുത്തതെന്നൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ എനിക്കുള്ള ഡ്രസ്സും കൂടെ നമ്മൾ സ്റ്റുഡിയോയിൽ വന്ന് തിരയുന്നുണ്ട്. നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്, ഏതും എടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഒരു പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ ആ ഒരു ടച്ച് കിട്ടുന്നൊരു ഡ്രസ്സ് വേണം. കുറച്ച് മോഡേൺ ഡ്രസ്സുകളൊക്കെ അപ്പോൾ ഗിഫ്റ്റ് ചെയ്തൊന്നും ഞാൻ ഇട്ടിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മോഡേൺ ഡ്രസ്സുകൾ തവണത്തേക്ക് നമ്മൾ മാറ്റി വെച്ചു. പിന്നെ അവിടെ നിന്നൊരു ചെരുപ്പ് എടുത്തു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഒരു ചെരുപ്പ് എടുത്തു. പിന്നെ നമ്മൾ ലിഫ്റ്റിക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു, അതൊന്നും സെറ്റായില്ല. അപ്പോൾ നമ്മളൊരു ചെരുപ്പ് കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ടാണ്, ഡ്രസ്സൊന്നും കിട്ടിയില്ല. പിന്നെ അങ്ങനെ മിക്കൂസിന് വിശക്കണ ഒരു ടൈമായി, അപ്പോൾ അവന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ട് പോകാമല്ലോ എന്ന് വെച്ചിട്ട് ഇവിടെ അടിപൊളിയാട്ടോ. യാക്കരയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ അടിപൊളി ഫുഡ് സ്പോട്ടാണ്. മെയിനായിട്ട് ഇവിടുത്തെ ഫിഷ് ഫ്രൈ ആണ് കേട്ടോ ഹൈലൈറ്റ്. അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മളിവിടെ ഊണ് കഴിക്കും. അടിപൊളി ഊണായിരുന്നു കേട്ടോ. അപ്പോൾ മിക്കൂസിന് കൊടുത്ത് നമ്മൾ ഹാപ്പിയായി വീട്ടിലോട്ട് പോയിട്ടാണ്. പർച്ചേസിങ് കഴിഞ്ഞ് വന്നിട്ട് ഇതാ ഇവിടെ ക്ലീൻ ചെയ്യലാണ് കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സേ മാറ്റിയിട്ടില്ല, അപ്പോൾ വേഗം വന്ന് ഡ്രസ്സൊക്കെ മാറ്റി ക്ലീൻ ചെയ്യണം കേട്ടോ. നമുക്ക് അവിടെ പോയിട്ട് വന്നാലും സമാധാനം ഉണ്ടാവില്ല. പാഞ്ഞ് നമ്മളിവിടെ എത്തുമ്പോൾ പോവും. ഇതെന്താ നിധി പിടിക്കണം, ഒരു പിടിക്കണം. നമ്മളിവിടെ പോയാലും ഓടിപ്പാഞ്ഞ് ഇവിടെ എത്തും, ഒന്നും കിട്ടണില്ല കിതച്ചിട്ട്. അല്ല, ഇവർക്ക് രണ്ടാൾക്കും ഡ്രസ്സ് എടുത്ത്, മിക്കൂനും അപ്പൂനും ഡ്രസ്സ് എടുത്തോട്ട് ഇനി എനിക്ക് തന്നെ ഡ്രസ്സ് എടുക്കാനുള്ളത്. അതിനി പാല് ഇറക്കൽ കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് പോകാൻ. അതല്ല, നമ്മൾ ഫുഡ് അടക്കം കഴിക്കാൻ കയറിയിട്ട് നമ്മൾ നോമ്പില്ലാത്ത സമയം നോക്കിയിട്ടാട്ടോ പോയി, നോമ്പ് എടുക്കാൻ പറ്റാത്ത സമയം നോക്കിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പാലക്കാട് പോയി കഴിഞ്ഞാൽ നമ്മൾ നല്ല ടയേർഡാവും. ഉച്ച സമയമാണ്, വെള്ളം കുടിക്കാണ്ടിരുന്ന് വളരെ തളർന്ന് പോകും കേട്ടോ. അപ്പോൾ നമ്മളിതാ പോയി ഡ്രസ്സ് എടുത്തിട്ട് വന്നു. മിക്കൂനും അപ്പൂനും കിട്ടി. ഇനിയിപ്പോൾ എനിക്കാണ് എടുക്കാനുള്ളത്. എനിക്കിപ്പോൾ നെന്മാറയ്ക്ക് നോക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി പാല് കറന്ന സൊസൈറ്റി കൊണ്ട് കൊടുത്ത് വന്നതിന് ശേഷം വേണം കേട്ടോ നമുക്ക് നെന്മാറയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ പശുജീവിതം പറയുമ്പോൾ, നമുക്ക് എവിടെ പോയാലും ആ പാലിറക്കേണ്ട സമയത്ത് നമ്മൾ ഓടിപ്പടന്ന് ഇവിടെ എത്തണം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അതിപ്പോൾ എവിടെ പോയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പാലക്കാട് പോയാൽ ചിലപ്പോൾ 4-5 മണിയൊക്കെ ആവും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ കയറി ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ എൻജോയ് ചെയ്തിട്ടാണ് വരിക. ഇപ്പോൾ നമുക്ക് പശു ഉള്ളതുകൊണ്ട് പടപടി ഓടും, ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടത് എടുക്കും, വേഗം വരും കേട്ടോ. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുക. മിക്കൂസിന് വിശന്നപ്പോൾ ഫുഡ് വാങ്ങിച്ചു കൊടുത്തു. ഇതാ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ ഡ്രസ്സിലൊക്കെ ഇല്ലടി. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാം, നീ പാല് ഇറക്കുക. സമയം ഇപ്പോൾ 3 മണിയായിട്ട് ഒത്തിരി ലേറ്റായി. അപ്പോൾ നമ്മൾ വേഗം പാല് ഇറക്കട്ടെ കേട്ടോ. അപ്പോൾ അത് അകടിൽ നമ്മൾ വെള്ളം നന്നായി അടിച്ച് കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലേ അവൾ നന്നായിട്ട് ചുരത്തി തരുള്ളൂ. ഇപ്പോൾ കുട്ടീനെ നമ്മൾ കുടിപ്പിക്കാറില്ലല്ലോ. പാല് നന്നായി ചുരത്തി കിട്ടണമെങ്കിൽ അകടിൽ നന്നായി വെള്ളം അടിച്ച് കഴുകിയാൽ തന്നെ, അതുപോലെ അകട് വൃത്തിയായി കഴുകിയിട്ട് വേണം കേട്ടോ പാല് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പൂനോട് ഞാൻ പറയേണ്ട അകടൊക്കെ കഴുകി നീ പാല് ഇറക്കുക, ഞാൻ തൊഴുത്ത് ക്ലീൻ ചെയ്യുക, എന്തായാലും സമയം വൈകിയിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ പശുവിന് പാത്രമൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്, വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അമ്മു നമുക്ക് ഡബിൾ പണി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നമ്മളെല്ലാം വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടിരിക്കുമ്പോൾ അവൾ വീണ്ടും വളവിടും. ഇനിയിപ്പോൾ അതും നമുക്ക് ക്ലീൻ ചെയ്യണം കേട്ടോ, വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ഇതാ പാൽപാത്രവും ഒക്കെ കൊണ്ടുവന്ന് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവിടെയും അടിച്ച് നല്ല വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പാല് കറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പാല് കറക്കുന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് നമ്മുടെ പുല്ലോട്ടി വൃത്തിയാക്കുക കേട്ടോ. അപ്പം ഞാൻ എന്താ പുല്ലോട്ടിയിലുള്ള വൈക്കോലയ്ക്ക്, ഈ വൈക്കോലയ്ക്കെന്ന് പറഞ്ഞാൽ അവർക്ക് വീണ്ടും ഇട്ട് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതിൻ്റെ അടിയിലുള്ള പൊടി വൈക്കോൽ അവർ തിന്നില്ല. അപ്പോൾ അമ്മൂനും കുഞ്ഞുവിനൊക്കെ ഞാൻ എന്താ വൈക്കോലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള പൊടി വൈക്കോലൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഡ്രസ്സ് എടുക്കാൻ പോകണം. അപ്പോൾ പാലൊക്കെ കറന്ന് സൊസൈറ്റി കൊടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ അത് പറ്റിയ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതാ നമ്മുടെ പരിപാടികളൊക്കെ പോയിട്ട് വന്നതിന് ശേഷം വൃത്തിയാക്കി കഴിഞ്ഞു, വളം വാരിയിട്ട് കഴിഞ്ഞു, പുല്ലോട്ടി വൃത്തിയാക്കി, ഇതാ പാല് കറന്ന് കഴിയാറായി. എല്ലാ പരിപാടിയും കഴിച്ചോട്ടെ. അവർക്കൊക്കെ വൈക്കോലും ഇട്ട് കൊടുത്തോട്ടെ. നമ്മൾ തവിട് വെള്ളത്തിലിട്ട് വെച്ചു. എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം സൊസൈറ്റിയിൽ പാല് വെച്ചതിന് ശേഷം. അപ്പോൾ ഇന്ന് അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിരിക്കും. ബൈ.